കൊല്ലത്ത് 50 ഗ്രാം MDMA-യുമായി യുവതി പിടിയിൽ. അഞ്ചാലമൂട് സ്വദേശി അനില രവീന്ദ്രനാണ് പിടിയിലായത്. കർണാടക രജിസ്ട്രേഷനുള്ള കാറിലാണ് അനില MDMA കൊണ്ടുവന്നത്. കാറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെയും ഇവർ MDMA കേസിൽ പിടിയിലായിട്ടുണ്ട്. ദിലീപ് ദേവസ്യ തത്സമയം എത്തുന്നു. നമുക്കൊപ്പം ദിലീപ് ദേവസ്യ, അനിലയാണോ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്? തീർച്ചയായിട്ടും സുജിയ, ഇത് രണ്ടാം തവണയാണ് അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ പോലീസിന്റെ പിടിയിലാകുന്നത്. നേരത്തെയും MDMA ആയിട്ട് പിടിയിലായി. ഇത്തവണ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. MDMA വൻതോതിലുള്ള ലഹരി കൊല്ലത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ACP ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഡെൻസ ടീം നടത്തിയ പരിശോധനയിലാണ് 50 ഗ്രാം MDMA-യുമായി ഇപ്പോൾ യുവതി പിടിയിലായിരിക്കുന്നത്. പിടിയിലായത് അനില കർണാടകയിൽ നിന്ന് സ്വന്തമായി കാർ ഓടിച്ചുകൊണ്ട്, കർണാടക രജിസ്ട്രേഷനുള്ള സ്വന്തം കാർ ഓടിച്ചുകൊണ്ട് കൊല്ലത്തേക്ക് എത്തുകയായിരുന്നു. ഇവിടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് കാര്യമായിട്ട് ലഹരി നൽകുന്നത് അനിലയാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് ഇവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് 90 ഗ്രാം MDMA പിടികൂടിയിരുന്നു. അതിൻ്റെ നേർപകുതി 50 ഗ്രാം ആണ് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ യുവതിയിൽ നിന്ന് പിടികൂടുന്നത്. സാധാരണഗതിയിൽ നേരത്തെ കൊച്ചിയിൽ പിടിയിലായ ആളും കൊല്ലത്ത് കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും 100 ഗ്രാം MDMA പിടികൂടിയിരുന്നു. എങ്ങനെ കൊല്ലം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ MDMA എത്തുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് പരിശോധന കർശനമാക്കുകയും ഒരു യുവതി പിടിയിലാകുകയും ചെയ്തു. ഇതിൽ നിന്ന് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ നേരത്തെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അടക്കം ലഹരി നൽകുന്നു എന്നുള്ളൊരു സൂചന പോലീസിന് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ ACP അടക്കം പറയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആർക്ക് നൽകുന്നു എന്നുള്ളത് കൃത്യമായ അഡ്രസ്സ് വേണം. അവരെയും പിടികൂടുന്നു. ഇവർ കൊണ്ടുവന്ന സ്ഥലങ്ങൾ, ഇവർക്ക് നൽകിയ സ്ഥലങ്ങൾ എന്നിവയെല്ലാം തന്നെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും ലഹരിക്കെതിരെ നാട് മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സുജയ.